നീയപ്പോ പറഞ്ഞു വന്നത് നിനക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടെന്നാണോ? നീ പറഞ്ഞില്ലല്ലോ. എടി അതിന് ഞങ്ങൾ സെറ്റായിട്ടില്ല. വൺ സൈഡൊന്നും പറയാൻ പറ്റൂല. ഭയങ്കര കൺഫ്യൂസിങ് ആടി. അവള് മുഴുവനായിട്ട് അങ്ങ് പിടി തന്നില്ല. അതുമല്ല, ഞാനധികം ആരോടും പറഞ്ഞിട്ടില്ല. എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, അവന് മാത്രമേ ഇത് അറിയുള്ളൂ. പിന്നെ എന്തെങ്കിലും ഒരു തീരുമാനമായിട്ട് എല്ലാവരോടും പറയാന്ന് വിചാരിച്ച്. ഓ ഓക്കേടാ. എടി, അവക്ക് മന്തി ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കയ്യിൽ എവിടെ നിന്നാ കാശ്? അതാ ഞാൻ നിന്നോട് ചോദിക്കണത്. മന്തി കൊടുത്ത് അവളെ ഞാൻ വളക്കും, നീ കണ്ടോ? എടി, നിന്റെ കാശെല്ലാം കൂടി ഞാൻ ഉടനെ തിരിച്ചു തരാട്ടോ. കുറച്ചുകൂടെ സാവകാശം എനിക്കൊന്ന് വേണം. ഏയ്, അത് കുഴപ്പമില്ലടാ. നീ കാശ് സെറ്റാവണ പോലെ തന്നാ മതി. ഞാനെന്നാ പോട്ടെ. ജിയോ എന്നെ അന്വേഷിക്കുന്നുണ്ടാവും. ഇത്രയും പറഞ്ഞ് ഞാൻ തിരിഞ്ഞു നടന്നു. ക്ലാസ്സിൻ്റെ വെളിയിലെത്തിയതും ഞാൻ തിരിഞ്ഞ് അവനെ ഒന്ന് നോക്കി. അവനിപ്പോഴും ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുക. എനിക്കെന്തോ നെഞ്ചിലൊരു ഭാരം പോലെ തോന്നി. ജിയോ എന്നെ കണ്ടതും എന്തൊക്കെയോ ചോദിച്ചു. കുറേയൊന്നും ഞാൻ കേട്ടില്ല. മൈൻഡ് ഫുൾ ബ്ലാങ്ക്. പിന്നീടുള്ള ദിവസങ്ങളിൽ ഞാൻ ഭയങ്കര സൈലൻ്റ് ആയിരുന്നു. ഒന്നിനോടൊരു താല്പര്യമില്ല, ആരോടും. എന്തിനു പറയാൻ, ജിയോനോട് സംസാരിക്കാൻ പോലും എനിക്ക് വയ്യായിരുന്നു. ലെവി എന്നോട് നോർമലായിട്ട് എന്നും വന്ന് സംസാരിക്കും. അതിൽ 90% ആ കൊച്ചിനെ പറ്റിയായിരിക്കും. മേ ബി എൻ്റെ ഈ സൈലൻസ് അവന് മനസ്സിലായിട്ടുണ്ടാവില്ല. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. ഇതിനിടയിൽ എനിക്കൊരു പുതിയ കമ്പനി കിട്ടി. ജെറിച്ചൻ, ജിയോയുടെ ബ്രദർ. സേറാ, പോട്ടടാ, സാരില്ല. ലൈഫ് ഈസ് സോ അൺഫെയർ. നമ്മൾ വിചാരിക്കണ പോലെ നടക്കണമെന്നില്ല. അങ്ങനെ നടന്നിരുന്ന എന്ത് രസമായാനെ. ബട്ട് ദിസ് ഈസ് ലൈഫ്. വി ഹാവ് ടു അക്സെപ്റ്റ് ദ റിയാലിറ്റി, യു നോ. എടി സേറാ, എന്താ? ഞാൻ എൻ്റെ ഉറക്കവും കളഞ്ഞ് കുത്തിയിരുന്ന് പഠിച്ച് ഈ മോട്ടിവേഷൻ മൊത്തം പറയണത് ഇത് ആർക്ക് വേണ്ടിയാ? എടി, നീ ഒന്ന് ചില്ലാവ്. നീ അവനൊന്ന് നോക്കിക്കേ. ആ മുതൽ ഇതൊന്നും അറിയണ പോലുമില്ല. തലക്കകത്ത് കുറച്ചെങ്കിലും ആൾത്താമസം ഉണ്ടായിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് നിന്റെ സൈലൻസ് എങ്കിലും അവന് മനസ്സിലായേനെ. ഒന്നാലോചിച്ചാൽ അതിനെ കുറ്റം പറയാൻ പറ്റൂല. അതിനിതൊക്കെ മനസ്സിലാക്കാനുള്ള ബോധമില്ലല്ലോ. പിന്നെയും ഒന്നാലോചിച്ചാൽ സെറ്റാവാനത് നന്നായി. നമുക്ക് കുറച്ച് ബുദ്ധിയും ബോധമുള്ള ആരെങ്കിലും നോക്കാടാ. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഞാനിപ്പോൾ ലെവിയിൽ നിന്ന് പതിയെ മൂവ് ഓണായി വരുന്നുണ്ട്. അവനെന്നും വന്ന് അവൻ്റെ അജ്ഞാത കാമുകീനെ പറ്റി സംസാരിക്കും. ആദ്യമൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും ഇപ്പം കുഴപ്പമില്ല, ശീലമായി. ജിയോനിപ്പം മിക്ക ദിവസവും കോളേജിൽ ഡ്രോപ്പ് ചെയ്യണത് അവളുടെ ചേട്ടനാ, ജെറിൻ. എല്ലാ ദിവസവും അവളെ ആക്കാൻ വന്ന് ഞങ്ങളിപ്പോൾ നല്ല കമ്പനിയാണ്. ശരിക്കും പറഞ്ഞാൽ ലെവിയിൽ നിന്ന് മൂവ് ഓൺ ആവാനുള്ള ഒരു മെയിൻ റീസൺ ജെറിച്ചനാ. ഞാൻ വിചാരിച്ചതിലും വേഗത്തിൽ ഞങ്ങളുടെ കോളേജ് ലൈഫ് കടന്നുപോയി. ഓൾമോസ്റ്റ് എൻഡ് ആയി എന്ന് തന്നെ പറയാം. എത്ര പെട്ടെന്നല്ലേ നമ്മുടെ കോളേജ് ലൈഫ് തീർന്നത്. ഹോ, ഇതിൻ്റെ ഇടയിൽ എന്തൊക്കെയാ നടന്ന. ഇനി അങ്ങോട്ട് തൊഴിലാളി ജീവിതം. അല്ല, ലെവിനേട്ടനോട് ചാച്ചാ ബൈ ബൈ ഒന്നും പറയണില്ലേ? എന്തിന്? കോളേജ് ലൈഫ് കഴിഞ്ഞെന്നല്ലേ ഉള്ളൂ. കമ്പനി പോവാതിരിക്കാനായിട്ട് എന്തൊക്കെ വഴിയുണ്ട്. വാട്സപ്പ്, ഇൻസ്റ്റ, സ്നാപ്പ്. അതെ, ഓരോരാഴ്ച കാണും ഇതൊക്കെ. പറഞ്ഞു തീർന്നില്ല. ഈ പണ്ടാരത്തിന് ഒടുക്കത്തെ ആയുസാണല്ല. തല്ലിക്കൊന്നാലും ചാവൂല. എന്താണ് രണ്ടുപേരും കൂടെ ഒരു ഗൂഢാലോചന? പറയാൻ സൗകര്യമില്ല. എല്ലാം അറിയണോ? ഓ വേണ്ട. സേറ വന്നേ, ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനുണ്ട്. എടി, ഞങ്ങള് സെറ്റായി. ഓ ഫൈനലി. പൊരിഞ്ഞ പോരാട്ടം വരുന്നു. എടാ, ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചതായിരുന്നു. ശരിക്കും നിങ്ങളുടെ സ്റ്റോറി എന്താ? ഓ, നിന്നോട് ഞാനത് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലേ. സ്റ്റോറി ഒരു 6 മാസം മുന്നെയാണ് ഞാൻ അവളെ ആദ്യമായിട്ട് കാണുന്നത്. നമ്മുടെ നെഹദി മന്തി ഇല്ലേ, അതിൻ്റെ ഫ്രണ്ടിൽ ഞാൻ നിൽക്കുമായിരുന്നു. അപ്പം എൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു ബജിക്കടയിലിരുന്ന് അവൾ ബജ്ജി കഴിക്കണം. ആദ്യമൊന്നും ഞാൻ അവളെ ശ്രദ്ധിച്ചില്ലായിരുന്നു. പക്ഷേ പിന്നെ മനസ്സിലായി അവൾ എന്നെ നോക്കണുണ്ടെന്ന്.
സത്യം പറഞ്ഞാൽ സിംഗിൾ ലൈഫ് മടുത്ത് എങ്ങനെയെങ്കിലും കമ്മിറ്റഡ് ആവണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അവൾ എൻ്റെ ലൈഫിലേക്ക് വന്നത്. പിന്നീട് ഞാനൊന്നും നോക്കിയില്ല. എല്ലാ ദിവസവും മന്തിക്കടയിൽ പോകാൻ തുടങ്ങി. അവളും വരും ബജിക്കടയിൽ. ഞങ്ങൾ കണ്ണുകൾ കൊണ്ട് പ്രണയിച്ചു. എനിക്കാണെങ്കിൽ അവളോട് പോയി സംസാരിക്കാൻ ഒടുക്കത്ത പേടി. പെട്ടെന്നൊരു ദിവസം അവൾ എന്നോട് വന്ന് സംസാരിച്ച്. അതിൻ്റെ പിറ്റേ ദിവസം അവൾ എന്നെ നോക്കി ചിരിച്ച്. പിന്നെ എനിക്ക് ധൈര്യമായി. ഞാൻ പോയി അവളോടൊരു മന്തി കഴിക്കാൻ പോരുന്നോ എന്ന് ചോദിച്ചു. അവളാണെങ്കിൽ അപ്പം തന്നെ ഓക്കെ പറഞ്ഞ്. അന്ന് തുടങ്ങിയ മന്തി തീറ്റയാണ്. ആഴ്ചയിൽ ഒരു 2 വട്ടമെങ്കിലും ഞങ്ങൾ മന്തി കഴിക്കാൻ പോകും. എന്തോരം കഷ്ടപ്പെട്ടെന്നറിയോ ഒന്ന് വളക്കാൻ. എൻ്റെ ചെസ്റ്റ് പീസ് വരെ ഞാൻ കൊടുത്തു. അങ്ങനെ അവൾ ഇന്നലെ എന്നോട് യെസ് പറഞ്ഞു. അങ്ങനെ ലവിയുടെ മാവും പൂത്ത്. അല്ല, ചെലവ് എവിടെ? എടാ, കൊച്ചിന്റെ പേരെന്താ? അന്ന. എടി, നിനക്ക് തരാനുള്ള കാശൊക്കെ ഞാൻ ഉടനെ തരാട്ടാ. ഏയ്, അത് സീനൊന്നുമില്ല. നീ പതിയെ ഫണ്ടൊക്കെ സെറ്റായിട്ട് തന്നാ മതി. ഞാനെന്നാ പോട്ടെ, ഒരു മന്തി ഡേറ്റ് ഉണ്ട്. ഓ എടാ, അപ്പൊ നീ സീക്രട്ട് ആലി ഓപ്പൺ ആവാൻ നിൽക്കുന്നില്ലേ? ഓ വേണ്ട, ഹൃദയം ഞാനും കണ്ടതാ. പിന്നെ ചിലവൊക്കെ നല്ല കനത്തി തന്നെ തരുന്നതായിരിക്കും. ഞാനെന്നാ പോട്ടേടി, ബൈ. ഹലോ സേറ, താൻ കോളേജിൽ തന്നെയില്ലേ? ഒന്ന് ഫ്രണ്ട് ഗേറ്റിൻ്റെ അങ്ങോട്ട് വരൂ. പിന്നെ ജിയോനോട് പറയണ്ട. എന്താ ചെറിച്ച വിളിച്ചത്? എടോ, എനിക്ക് വലിച്ചു നീട്ടി കാര്യം പറയാനൊന്നും അറിഞ്ഞൂടാ. എനിക്ക് തന്നെ ഇഷ്ടമാണ്. ഐ നോ താനിപ്പോൾ ഒരു ഹാർട്ട് ബ്രേക്ക് കഴിഞ്ഞിട്ടിരിക്കുവാന്ന്. ഐ പ്രോമിസ് ഞാൻ ഒരിക്കലും തന്നെ ഹേർട്ട് ചെയ്യില്ല. താനെന്താ ഒന്നും പറയാത്തത്? ഓ ഓക്കെ, ഐ എം സോറി. ഞാനിത് തന്നോട് പറയാൻ കുറച്ച് എക്സൈറ്റഡ് ആയിരുന്നു. അതാ ചാടിക്കേറി. താൻ എന്നെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല അല്ലേ? ഇറ്റ്സ് ഓക്കെ. ഞാൻ വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടിയിട്ട്. താനെന്നാ പൊക്കോ, ബൈ. ജെറിച്ച, എനിക്കിഷ്ടമാണ്. എന്താ? എനിക്ക് തന്നെ ഇഷ്ടമാണെന്ന്. തന്നോട് ആരാ പറഞ്ഞത് ഞാൻ തന്നെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല എന്ന്? ജെറിച്ചനോട് എനിക്കിഷ്ടം ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ലായിരുന്നു. ബട്ട് ഞാനെന്തായാലും ഇയാളൊരു ബ്രദറായിട്ടൊന്നും കണ്ടിട്ടില്ല. അതുമല്ല, എനിക്കും അടുത്തടോ ഈ സിംഗിൾ ലൈഫ്. പോരാത്തതിന് ഇത്രയും മസിലും നല്ല ലുക്കും ഉള്ളൊരു ചെക്കനെ ആരെങ്കിലും മിസ് ചെയ്യോ? പോടിയൊന്ന്. ഇതാണ് എൻ്റെ സ്റ്റോറി. ഞാൻ ഇഷ്ടപ്പെട്ട ആളെ കിട്ടിയില്ലെങ്കിലും അതിലേറെ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരാളെ എനിക്ക് കിട്ടി. അപ്പോൾ ബാക്കി കഥകളിലെ പോലെ തന്നെ then we lived happily ever after and I am the main character of my story. നിക്ക് പോകല്ലേ. കഥ ഇവിടെ തീർന്നിട്ടില്ല. ഒരു ഓളത്തിനൊരു ഒഴുക്കിന് കഥ ഇങ്ങനെ പോയി കഴിഞ്ഞൊരു സുഖം ഉണ്ടാവില്ലല്ലോ. എന്നാൽ പിന്നെ നമുക്കൊരു വെറൈറ്റി പിടിച്ചാലോ? വെറൈറ്റി എന്ന് പറയുമ്പോൾ നല്ല കട്ട ഹീറോയിസം. സത്യം പറഞ്ഞാൽ നമ്മൾ കമ്മിറ്റഡ് ആവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എൻ്റെ കൂടെ എപ്പോഴും ഒരു ഫ്രണ്ട് ഉണ്ടാവാറില്ലേ, ലിയ. അവൾ എനിക്കൊരു ദിവസം ഒരു ഡെയർ തന്ന്. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് നിന്നോട് വന്ന് സംസാരിക്കണത്. നീ ചോദിച്ചില്ലേ എനിക്കെന്താ മന്തി ഇത്ര ഇഷ്ടമെന്ന്. എൻ്റെ വീട്ടിൽ പുറത്തുനിന്ന് കഴിക്കാൻ സമ്മതിക്കൂലടാ. ആ ചായക്കടയിൽ തന്നെ വന്നതൊരു വിധത്തിലാണ്. ഇൻസ്റ്റ തുറന്നാലാണെങ്കിൽ ഫുൾ മന്തി. പോരാത്തതിന് ലിയാണെങ്കിൽ ഫുൾ ടൈം മന്തി മന്തി മന്തി. അങ്ങനെ മന്തി കഴിക്കാനായിട്ട് ആഗ്രഹം തോന്നിയിരിക്കുമ്പോഴാണ് നീ വന്ന് മന്തി കഴിക്കാൻ പോരുന്നോ എന്ന് ചോദിച്ചത്. പിന്നെ ഒന്നും നോക്കില്ല. എടാ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാര്യത്തിൽ എന്നെക്കാളും കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് ലിയക്കായിരുന്നു. ഫുൾ സപ്പോർട്ടായിരുന്നില്ലേ? ആ, എൻ്റെ കാര്യം ഏകദേശം ഇതുപോലെയൊക്കെ തന്നെ. എൻ്റെ ഒപ്പം എപ്പോഴും ഒരുത്തം കാണൂലേ, അവനാ നമ്മുടെ കാര്യത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. പോവാൻ നേരം അവനൊന്ന് വിളിക്കണം. ഹലോ കപ്പിൾ, സോറി ടു ഇൻ്ററപ്റ്റ്. എനിക്ക് വീട്ടിൽ നിന്ന് കോള് വന്ന് ഞാൻ പോകുക. കുറച്ച് അത്യാവശ്യമുണ്ട്. നിന്നെ ഇവൻ ഡ്രോപ്പ് ചെയ്യൂലേ? അടി, അവളെ ഞാൻ ആക്കിയേക്കാം. ആണോ? അപ്പം ശരി, എന്നാ ബൈ. കണ്ടിന്യൂസ് ഉള്ളൽ.
അവസാനം നിന്റെ പ്ലാൻ പോലെ തന്നെ നടന്നല്ലേ? സേറയെ നിനക്ക് കിട്ടുകയും ചെയ്ത്, ലവിക്ക് വേറെ ലൈനും സെറ്റായി, ആർക്കും ഒരു സംശയവുമില്ല. അവൻ കെട്ടും. വെറുതെ ആണാ, നല്ലപോലെ കഷ്ടപ്പെട്ടില്ലേ? എന്താണ് മോനെ ഒരാലോചന? എടി, ഞാൻ പറഞ്ഞില്ലായിരുന്ന എനിക്ക് കുറച്ച് മാസങ്ങളായിട്ട് ഒരു കുട്ടീനെ ഇഷ്ടമാണെന്ന്, എൻ്റെ അനിയത്തിയുടെ ബെസ്റ്റ് ഫ്രണ്ട് സേറ. പക്ഷേ അവക്ക് അവരുടെ ക്ലാസ്സിലുള്ള ഒരുത്തനെ ഇഷ്ടമാണ്. എടാ, നിനക്കാ ഇഷ്ടം തോന്നിയപ്പോൾ തന്നെ അവളോട് പോയി പറയായിരുന്നില്ലേ? ഇനിയിപ്പോൾ അവൾക്ക് വേറൊരാൾ ഇഷ്ടമായ സ്ഥിതിക്ക് ഇനിയിപ്പോൾ നമ്മ എന്ത് ചെയ്യാനാ? എടി, ആ ചെറുക്കനായിട്ട് ഞാൻ നൈസായിട്ട് കമ്പനി ആയായിരുന്നു. എൻ്റെ കയ്യിലൊരു പ്ലാൻ ഉണ്ട്, നീ എന്നെ ഹെൽപ്പ് ചെയ്യണം. നിന്റെ ആ ഫ്രണ്ടില്ലേ അന്ന, അവളെയും കൂട്ടി നീ ഇനി എന്നും നമ്മുടെ മന്തി ഷോപ്പില്ലേ അതിൻ്റെ ഓപ്പോസിറ്റുള്ള ചായക്കടയിൽ വരണം. ആൻഡ് എന്നെ അവിടെ വെച്ച് കണ്ട പരിചയം കാണിക്കരുത്. ബാക്കി ഞാൻ പറയണ പോലെ നീ ചെയ്താൽ മതി. എടാ, നീ ഇതെന്താ ഉദ്ദേശിക്കണ? ഞാനെല്ലാം പറയാം, നീ എൻ്റെ കൂടെ നിന്നാ മതി. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേടാ ലെവിനെ, ഇവിടുത്തെ മന്തി അടിപൊളിയാന്ന്. നമുക്കിനി എന്നും വരാടെ ഇവിടെ. എടാ പിന്നെ ദേ ആ പെങ്കൊച്ചിനെ കണ്ട, അവക്ക് നിന്നൊരു നോട്ടമുണ്ടോ എന്നൊരു സംശയം. കുറേ ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കണേ, അവള് നിന്നെ തന്നെയാടാ നോക്കണം. കൊള്ളാം, നല്ല കൊച്ച്. നീ എന്തായാലും സിംഗിൾ അല്ലേ, എന്നാ പിന്നെ അവളെ നോക്കിക്കൂടെ? എവിടെ? ആ, കൊള്ളാല്ലേ? നോക്കണോ? നോക്കാല്ലേ? എടി അന്നെ, നീ ആ നിൽക്കണ ചെക്കനെ കണ്ട? അവൻ്റെ ബാക്കിലുള്ള ആ പെയിൻറ്റിങ് ഇല്ലേ, നല്ല രസമുണ്ടല്ലേ അത് കാണാൻ. ഞാൻ എപ്പോൾ വന്നാലും അതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. എന്തോ ഒരു പോസിറ്റീവ് എനർജി ഉള്ള പോലെ. ഇതിപ്പോ എത്ര നാളായി? നീ അവളോട് പോയി സംസാരിക്കടാ. എനിക്ക് പേടിയാടാ, അവളെ കാണുമ്പോഴേ എൻ്റെ കൈയും കാലും വിറക്കും. എടാ, അത് നിനക്ക് അവളെ അത്ര ഇഷ്ടമുള്ളതുകൊണ്ടാ. നീ പോയി സംസാരിക്കേ. ഓ ആ ശരി, എന്നാ പോയി മിണ്ടണ്ട, എന്തേലും കാണിക്ക്. എടി, ഇവൻ വന്ന് സംസാരിക്കുമെന്ന് എനിക്ക് തോന്നണില്ല. നീ ഞാൻ പറയണ പോലെ ചെയ്യും. അന്ന, ട്രൂത്ത് ഓർ ഡെയർ? ട്രൂത്ത് അല്ല ഡെയർ. ഓക്കെ. എടിതേ ആ നിൽക്കണവനില്ലേ, നീ അവനോട് പോയിട്ട് എന്തെങ്കിലും സംസാരിക്ക്. എടാ ലെവിനെ, അവള് വന്ന് നിന്നോട് സംസാരിച്ചില്ലേ? ഇതിൽ കൂടുതൽ അവൾ എന്തു ക്ലൂ തരാനാ? ഇനിയും നീ പോയി സംസാരിച്ചില്ലെങ്കിൽ കയ്യിൽ നിന്ന് പോകും. എടാ, പക്ഷെ ഞാൻ എന്ത് സംസാരിക്കാനാ? എന്ത് സംസാരിക്കൂന്നൊക്കെ ചോദിച്ചാ, നീ ഒരു മന്തി കഴിക്കാൻ വിളിക്ക്. പിന്നെ കഴിക്കുന്ന ടൈമിൽ ചെസ്റ്റ് പീസ് അവൾക്ക് കൊടുത്തേക്കണം കേട്ടോ. ആ പിന്നെ ചെസ്റ്റ് പീസ് കൊടുത്തുള്ള സ്നേഹമൊന്നുമില്ല. നിനക്ക് അവളെ വേണമെങ്കിൽ മതി. എടി, എന്തായി? ഇവിടെ സീനൊന്നുമില്ല. അവൻ്റെ ഒപ്പം മന്തി കഴിക്കാൻ പോകാനായിട്ട് ഞാൻ അവളെ സമ്മതിപ്പിച്ചിട്ടുണ്ട്. എടാ ലെവിനെ, അവൾ ഇന്ന് ചോദിച്ചപ്പോൾ തന്നെ നിന്റെ ഒപ്പം മന്തി കഴിക്കാൻ വന്നില്ലേ? അതിന്ന് തന്നെ നീ ഉറപ്പിച്ചോ അവൾക്ക് നിന്നെ ഇഷ്ടമാണ്. നീ ഇനി അവളെ ഇടക്കിടക്ക് മന്തി കഴിക്കാൻ കൊണ്ടുപോകണം. അല്ല, അതിനും മാത്രം കാശുണ്ടോ നിന്റെ കയ്യിൽ? ഇല്ല, എൻ്റെ കയ്യിൽ എവിടെ നിന്നാടാ? ഓ, എൻ്റെ കയ്യിലും ഇല്ലടാ. നീ ഒരു കാര്യം ചെയ്യ്, നിനക്ക് കോളേജിൽ ഒരു പുതിയ ഫ്രണ്ടിനെ കിട്ടിയെന്നല്ലേ പറഞ്ഞ? എന്താണ് അവളുടെ പേര്? സേറ. ആ അതന്നെ. എടാ, നീ അവളോട് ചോദിക്ക്. അതാവുമ്പത്തേക്ക് അന്നയുടെ കാര്യം ഷെയർ ചെയ്യാൻ ഒരാളും കൂടി ആയില്ലേ? എടാ ജെറിനെ, നീ പറഞ്ഞ പോലെ ഞാൻ സേറയുടെ കയ്യിൽ നിന്ന് 500 വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ 5:30 അന്ന ഷോപ്പിൽ വരാമെന്ന് പറഞ്ഞു. എടാ, എന്നാലും സേറയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചത് മോശമായി പോയില്ലേ? എന്തു മോശം? ഫ്രണ്ട്ഷിപ്പ് ആവുമ്പോൾ ഇതൊക്കെ സർവ്വസാധാരണമല്ലേ? എടാ പിന്നെ നീ 5:30 തന്നെയല്ലേ അവളെ മീറ്റ് ചെയ്യണം? അതും നമ്മുടെ മന്തി ഷോപ്പിൽ സ്ഥിരം സ്പോട്ട്. ആ ഓക്കെ. ജിയോ,
നമുക്കിന്ന് മന്തി കഴിക്കാൻ പോയാലോ? സത്യം, പിന്നെന്താ, ഞാൻ പോയി റെഡി ആയിട്ട് വരാം. എടി ഇപ്പൊ വേണ്ട, ഇപ്പൊ നല്ല വെയിലായിരിക്കൂലേ, നമുക്കൊരു 5:30 ആകുമ്പോൾ പോവാം. പിന്നെ നമ്മുടെ സ്ഥിരം സ്ഥലമല്ല, ഒരു ന്യൂ സ്പോട്ട്, നെഹദി മന്തിയിൽ പോവാം. എന്താണ് ഇവിടെ രാവിലെ തന്നെ ഒരു ബഹളം? ഓ, എണീറ്റപ്പോൾ വൈകിപ്പോയെന്നും പറഞ്ഞ് ഈ തള്ള മനുഷ്യനെ പൊരിച്ചോണ്ടിരിക്കണേ. ജെറിച്ച ഒന്ന് നോക്കിത്തോ. കഷ്ടപ്പാടാണ്. എന്നാലും കുഴപ്പമില്ല, ബാ ആക്കിത്തരാം. പിന്നെ നിന്റെ ഉറക്കം ശരിയാവണില്ലെന്നല്ലേ പറഞ്ഞു? എന്നാ പിന്നെ ഇനി തുടങ്ങി ഞാൻ കോളേജിലാക്കി തരാം. ശരിക്കും ജെറിച്ച, യു ആർ ദ ബെസ്റ്റ് 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 ബ്രദർ. അങ്ങനെ നിന്റെ പ്ലാൻ അനുസരിച്ച് നിനക്കിഷ്ടമുള്ള കൊച്ചിനെ നിനക്ക് തന്നെ കിട്ടി. അല്ലടാ, അവക്കടെ കയ്യിൽ നിന്ന് ക്യാഷ് കുറേ പോയില്ലേ? അതൊക്കെ ഞാൻ ലവിയുടെ കയ്യിൽ നിന്ന് ഇടക്കിടക്കായിട്ട് വാങ്ങി ട്രീറ്റ് എന്നുള്ള രീതിക്ക് അവക്ക് തന്നെ കൊടുത്തു. ഓ, എന്നാലും നിന്നെ സമ്മതിക്കണം. ഒരു കൊച്ചിനെ ഇഷ്ടപ്പെട്ടെന്നും പറഞ്ഞ് എന്തൊക്കെയാണ് നീ അവളെ സെറ്റാക്കാനായിട്ട് ചെയ്തത്? ലിയ എന്നോട് ചോദിച്ചു, വെറും മാസങ്ങൾക്ക് മുന്നേ കണ്ട ഒരാൾക്ക് വേണ്ടി ഞാൻ ഇത്രയും ചെയ്തത് എന്തിനാന്ന്. എന്നാ ആർക്കും അറിയില്ലല്ലോ, കഴിഞ്ഞ 4 വർഷമായിട്ട് സേറ പോലും അറിയാതെ ഞാൻ അവളെ സ്നേഹിക്കുമായിരുന്നെന്ന്. ഇനിയും ജീവിതാവസാനം വരെ ഞാൻ അവളെ സ്നേഹിക്കുമെന്ന്. സോറി സോറി സോറി, നല്ല ട്രാഫിക് ആയിരുന്നു, അതാ ലേറ്റ് ആയത്. വന്നിട്ട് കുറേ ആയാ? ഒരു 10 മിനിറ്റ്. എൻ്റെ കൊച്ച് ഓടിക്കതച്ച് ക്ഷീണിച്ച് വന്നതല്ലേ. എന്നാ വാ, ഒരു ചായ കുടിച്ചാലാ? ഇത്രയൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പം ഞാനാണ് ഈ കഥയിലെ ഹീറോ. പിന്നെ ഇപ്പം കണ്ടതാണ് ഹീറോയിസം.